ഈ സീനിൽ പ്രിൻ്റെ ഡാഡ് പ്രിന്നെ കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനിലായിരുന്നു. കാരണം കുറേ ദിവസങ്ങളായി അവൻ ഓഫീസിൽ വന്നിട്ടില്ല. അവനെ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. സോ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ സെക്രട്ടറി വന്ന് സ്റ്റാർലൈറ്റ് പ്രോജക്റ്റിൻ്റെ ടെൻഡർ റിസൾട്ട് വന്നു. ടെൻഡർ ജയിച്ചത് നമ്മുടെ ഗ്രൂപ്പല്ല, പകരം എംബറർ ഗ്രൂപ്പാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഡാഡ് ആകെ ഷോക്കാകുന്നുണ്ട്. മിത്ര ഉണരുമ്പോൾ തലേന്നത്തെ കാര്യങ്ങൾ ഓർത്ത് അവൾ ഒരുപാട് ഹാപ്പിയായിരുന്നു. തൻ്റെ കുട്ടികളെക്കുറിച്ച് പ്രിന്നോട് ഇന്ന് പറയുമെന്ന് അവൾ പ്രോമിസ് ചെയ്ത കാര്യം ഓർക്കുന്നു. സോ ഇതിനെക്കുറിച്ച് പറയാനായി അവൾ പ്രിന്നെ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അവിടെ എങ്ങും അവനെ കാണാതെയാകുമ്പോൾ അവൾ തിരിച്ച് റൂമിലേക്ക് വരുന്നു. അവൾക്ക് അവിടെ പ്രിൻ എഴുതിയ ഒരു ലെറ്റർ കിട്ടുന്നുണ്ട്. ആ ലെറ്ററിൽ ഡിയർ മിത്ര, സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഒരു സമാധാനമില്ല. ഞാൻ നിന്നോട് ചെയ്തത് വലിയൊരു കുറ്റമാണ്. ഇന്നലെ രാത്രിയിൽ നമുക്കിടയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം മിക്കവാറും നിനക്ക് എന്നോട് ദയ തോന്നിയിട്ടായിരിക്കും. ഞാൻ നിന്നെ ഡിസേർവ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. നീ ഒരു നല്ല ഗേളാണ്. എന്നെ പോലുള്ള ഒരു ചീത്ത മനുഷ്യന് നിന്റെ ലൈഫിൽ നിന്റെ കൂടെ ഉണ്ടാകാൻ ഒരു റൈറ്റുമില്ല. നീ ലൈഫിൽ എന്നും ഹാപ്പി ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത് അതുപോലൊരാളാണ്. അങ്ങനെ ഒരാൾ നിന്റെ ലൈഫിലുണ്ട്. ഗൺ, നീ അവനൊരു ചാൻസ് കൊടുക്കണം. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ലൈഫിൽ എന്നും ഹാപ്പിയായി കീപ്പ് ചെയ്യുമെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം വായിച്ച് മിത്ര ഒരുപാട് കരയുന്നു. അവൾക്ക് പ്രിന്നോട് നല്ല ദേഷ്യവും തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ഗൺ അവിടേക്ക് വരുന്നു. മിത്രയും കൂട്ടി കാറിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന് അവൾ ചോദിക്കുന്നു. ഫ്ലാഷ് ബാക്കിൽ ഗണ്ണെ പ്രിൻ കോൾ ചെയ്ത് മിത്ര ഇപ്പോൾ എവിടെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയിലിരുന്ന് മിത്ര ഒരുപാട് കരയുന്നുണ്ട്. അവളെ സമാധാനിപ്പിക്കാനായി ഗൺ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ദൂരെ നിന്ന് പ്രിൻ ഇതെല്ലാം കാണുന്നു. അവൻ ഹാപ്പി ആകുകയും ചെയ്യുന്നുണ്ട്, സാഡ് ആകുകയും ചെയ്യുന്നുണ്ട്. കാരണം അവൻ മിത്രയെ ഒരുപാട് സ്നേഹിക്കുന്നു. അവളെ മറ്റൊരാളുടെ കൂടെ അവന് കാണാൻ പറ്റില്ല. പക്ഷേ മിത്രയുടെ ലൈഫിൽ താൻ ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ലെന്നും അവൻ വിശ്വസിക്കുന്നു. ഇവിടെ പ്രിൻ അവൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഡാഡിന് മെയിൽ ചെയ്യുന്നുണ്ട്. ഈ മെയിൽ വായിച്ച് ഡാഡ് ഒരുപാട് ദേഷ്യം വരുന്നു. ഈ കാര്യം എൻ്റെ മദർ അറിയുമ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ പ്രിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളവിടെ കേൾക്കാമെന്ന് അവർ പറയുന്നു. പ്രിൻ ബീച്ച് സൈഡിലിരുന്ന് മിത്രയുമായി സ്പെൻഡ് ചെയ്ത് ആ നല്ല മെമ്മറീസ് എല്ലാം ആലോചിക്കുന്നു. അവൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അതേസമയം അവൻ്റെ ഡാഡ് മിത്രയുടെ വീട്ടിൽ വരുന്നു. എന്നിട്ട് അവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തൻ്റെ കമ്പനിയുടെ സീക്രട്ടും പ്രോജക്റ്റിനെ കുറിച്ചും അറിയാൻ മിത്ര മനഃപൂർവ്വം പ്രിന്നെ സെഡ്യൂസ് ചെയ്താണെന്നാണ്. രണ്ട് പേരൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് നന്നായി ഫൈറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ദേഷ്യത്തിൽ മിത്രയുടെ ഫാദർ പ്രിൻ്റെ ഫാദറിനെ പഞ്ച് ചെയ്യുന്നുണ്ട്. നീ ഒരു കാര്യം ഓർക്കണം, ഒരിക്കൽ നിന്റെ മുന്നിൽ ഞാൻ തോൽക്കില്ല എന്ന് പറഞ്ഞ് പ്രിൻ്റെ ഫാദർ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ ഗൺ മിത്രയ്ക്ക് പ്രിൻ അവൻ എഴുതിയ ആ ലെറ്റർ കൊടുക്കുന്നു. പ്രിൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അവൻ നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് ഗൺ പറയുന്നു. മിത്ര ആ ലെറ്റർ വായിക്കുന്നുണ്ട്. സ്റ്റാർലൈറ്റ് പ്രോജക്റ്റിന് വേണ്ടി താൻ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നില്ലെന്നും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ മിത്ര കേപ്പബിൾ ആണെന്ന് എനിക്കറിയാമെന്നും ഞാൻ മിത്രയോട് ചെയ്തത് വലിയ തെറ്റാണ്. എനിക്കൊരിക്കലും അത് തിരുത്താൻ പറ്റില്ല. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അവളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി പോവുകയാണ്. നീ അവളെ നന്നായി കെയർ ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഹാപ്പിയായി ജീവിക്കണമെന്നും മറ്റുമാണ് പ്രിന്റ് ഇരിക്കുന്നത്. ഇതെല്ലാം വായിച്ച് മിത്ര വീണ്ടും ഒരുപാട് കരയുന്നു. അതിനുശേഷം അവൾ ഗണ്ട് കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. മിത്രയെ കണ്ട് എല്ലാവരും ഹാപ്പിയാകുന്നു. എസ്പെഷ്യലി അവളുടെ മക്കളായ നിക്കും റീനയ്ക്കും. ഇവിടെ ക്രിട്ട് പാക്ക് ചെയ്യാണ്. ടോഡ് വന്ന് നീ എന്തിനാ പാക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഷൂട്ടിങ്ങിന് വേണ്ടി എനിക്ക് ഔട്ട് ഓഫ് ടൗൺ പോകണം എന്ന് പറഞ്ഞ് അവനെ കിസ് ചെയ്തിട്ട് ക്രിട്ട് അവിടുന്ന് പോകുന്നു. ടോഡിന് ക്രിട്ടിൽ ചെറുതായി ഡൗട്ട് തോന്നുന്നുണ്ട്. മിത്ര പ്രിന്നെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അവൾ കരയുന്നു. കാരണം അവൾ സത്യത്തിൽ പ്രിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിക്കിനെ റീനയെ കുറിച്ച് അവനോട് പറയണം എന്നെല്ലാം അവൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ പ്രിൻ്റെ അവസ്ഥയും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. മിത്രയെക്കുറിച്ച് ആലോചിച്ച് അവനും ഒരുപാട് സാഡായിരുന്നു. ഈ സീനിൽ മിത്ര നായടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു. അന്ന് പ്രിൻ എന്നെ രക്ഷിക്കാൻ വന്നു. അവൻ വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ മരിക്കുമായിരുന്നു. പക്ഷേ അവൻ രക്ഷിക്കുന്നതിനേക്കാളും ബെറ്റർ ഞാൻ മരിക്കുന്നതായിരുന്നു. കാരണം ഇങ്ങനെ വീണ്ടും വീണ്ടും അവൻ എന്നെ ഹർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അന്ന് രാത്രി അവൻ എന്നോട് അവൻ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു. ഞാനും അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൻ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഞാൻ അവനോട് ക്ഷമിച്ചത്.
നിക്കിന്റെ റീനയുടെയും കൂടെ അവന്റെ കൂടെ ഒരു ഫാമിലിയെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ എന്നോട് പറഞ്ഞ എല്ലാം കള്ളമാണ്. അവൻ സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മറ്റൊരാൾക്ക് എന്നെ കൊടുത്തിട്ട് അവിടുന്ന് പോകില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് ഞാൻ അവളെ കൺസോൾ ചെയ്യുന്നു. ഞാൻ ഓക്കെയാണ്. സത്യത്തിൽ ഞാനിപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയി. ഇനി ഒരിക്കലും അവന്റെ വാക്കുകളിൽ ഞാൻ വീഴില്ല. അവൻ എന്നെ ഒരിക്കലും ഹർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. പക്ഷേ പ്രിൻ ഇപ്പോൾ എവിടെയാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. അവനെക്കുറിച്ച് ഞാൻ ഒന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൾ പറയുന്നു. എന്നിട്ട് പ്രിൻ അവൾക്ക് എഴുതിയ ലെറ്റർ നായെ കാണിക്കുന്നുണ്ട്. ആ ലെറ്ററിൽ അന്ന് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പ്രിൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് സംഭവിച്ച കാര്യങ്ങൾക്ക് പിന്നിൽ പാമാണെന്നും പണത്തിന് വേണ്ടി തന്റെ ബോഡി സെല്ല് ചെയ്യുന്ന ടൈപ്പ് ഒരു ഗേളാണ് മിത്ര എന്ന് അവനോട് പറഞ്ഞ കാര്യവും ഡ്രഗ്സ് കൊടുത്ത് അവളെ മയക്കി അവന് സെല്ല് ചെയ്ത കാര്യങ്ങളും മറ്റുമെല്ലാം അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വായിച്ച് നായ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. എനിക്ക് ആദ്യമേ ഡൗട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ പാമാണെന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫും ഉണ്ടായിരുന്നില്ല. സ്വന്തം ഫ്രണ്ടിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൾക്ക് എങ്ങനെ തോന്നി? ഞാൻ അവളെ വെറുതെ വിടില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനും ഇനി മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ രണ്ടുപേരും ചേർന്ന് എൻ്റെ ലൈഫ് ഫുൾ നശിപ്പിച്ചു. മനഃപൂർവ്വമാണെങ്കിലും അറിയാതെ ആണെങ്കിലും മിത്രയും നായും കൂടി പാമിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്നു. ഇവർ രണ്ടുപേരും അവിടെ ചെയ്യുന്നത് കാണേണ്ടതാണ്. രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പാമിന് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും ഡയറക്ടർ അവിടേക്ക് വരുന്നു. നിങ്ങൾ ഇവിടെ എന്തുമാത്രം നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ഗവീന എന്നാണ്. നിങ്ങൾക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായാലും ബില്ല് എനിക്ക് അയച്ചാൽ മതി, ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് ഞാൻ പറയുന്നു. ഇത് നിനക്കുള്ള ചെറിയൊരു വാർണിംഗ് മാത്രമാണ്. നീ വീണ്ടും ഇത്ര ഹർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ഇതിൽ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോകുന്നു. ദൂരെ നിന്ന് ക്രിട്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇവിടെ മിത്രയെ വിട്ട ശേഷം പ്രിന് ഒരുപാട് സാഡായിരുന്നു. ഒരു ദേവദാസ് ആയിട്ടുണ്ടായിരുന്നു. ഷേവിങ് പോലും ചെയ്യാറില്ല. ഇവിടെ മിത്രയുടെ കമ്പനിയുമായി സ്റ്റാർലൈറ്റ് പ്രോജക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നു. പ്രിൻ ഒരു ലൊക്കേഷൻ കാണാൻ വരുന്നു. ആ പ്ലേസ് കണ്ട് അവൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. പക്ഷെ വീണ്ടും മിത്രയെക്കുറിച്ച് ആലോചിച്ച് അവൻ സാഡും ആകുന്നു. ഈ സീനിൽ ക്രിട്ടിന് പണത്തിന്റെ ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. കാരണം പണം കൊടുത്തില്ലെങ്കിൽ അവനെ വെറുതെ വിടില്ലെന്ന് ആ ഗുണ്ടകൾ അവന് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. സോ മറ്റു വഴിയൊന്നുമില്ലാതെ തൻ്റെ ബോഡി സെല്ല് ചെയ്യാനായി അവൻ വരുന്നു. പക്ഷെ ആ പേഴ്സൻ്റെ ബിഹേവിയർ കാണുമ്പോൾ അവന് സ്വയം ഒരുപാട് ചീപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ ആകെ ടെൻഷനിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൻ പാമിനെ കാണുന്നു. അതും മറ്റൊരാളുടെ കൂടെ. ഇയാൾ ഒരു ഫേമസ് ബിസിനസ് മാൻ ആണ്. ക്രിട്ടി ഈ അവസരം മുതലാക്കി അവർ രണ്ടുപേരുടെയും വീഡിയോ എടുക്കുന്നു. നീ ഈ ടൈപ്പ് ഗേളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് അവൻ സ്വയം പറയുന്നുണ്ട്. ഇവിടെ മിത്രയെ ഒരുപാട് കെയർ ചെയ്യുന്നു. കാരണം അവൾ ലേറ്റ് നൈറ്റ് ആയിട്ടും വർക്ക് ചെയ്യായിരുന്നു. സോ അവൾക്ക് വേണ്ടി കോഫിയും മറ്റും അവൻ കൊണ്ടുവരുന്നുണ്ട്. നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം നിന്നോട് പ്രിൻ പറഞ്ഞതുകൊണ്ടാണോ എന്ന് അവൾ ചോദിക്കുന്നു. ഒരിക്കലുമല്ല, ഞാൻ നിന്നെ കെയർ ചെയ്യാൻ കാരണം എൻ്റെ മനസ്സ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നിന്റെ കൂടെ ഞാൻ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എൻ്റെ കൂടെയും. പക്ഷെ നീ ഇപ്പോൾ അതിന് റെഡിയല്ലെന്ന് എനിക്കറിയാം. നിനക്കും പ്രിന്നും ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്നെ കെയർ ചെയ്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അവൻ പറയുന്നു. അവൾ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ക്രിട്ട് പാമിൻ്റെ ആ വീഡിയോയുമായി നാടടുത്തേക്ക് വരുന്നു. അന്ന് രാവിലത്തെ അവർ രണ്ടുപേരുടെയും ഫൈറ്റ് അവൻ കണ്ടെയാണ്. പാമിനെ ഒരുപാട് വെറുക്കുന്നു എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ വീഡിയോയുമായി അവൻ അവളുടെ അടുത്ത് വന്ന് ആ വീഡിയോ അവളെ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ നിനക്ക് തരണമെങ്കിൽ പകരമായി എനിക്ക് 5 മില്യൺ തരണം എന്ന് അവൻ പറയുന്നു. 5 മില്യണോ? ഇതെന്നെ സംബന്ധിച്ച് ചെറിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നു. സത്യത്തിൽ നായുടെ ഫാമിലിയും ഒരുപാട് റിച്ചാണ്. പക്ഷേ തൻ്റെ റിച്ച്നെസ് ഷോ ഓഫ് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. ഇവിടെ മിത്രയും ഒരുമിച്ച് തിരിച്ചു പോകുന്നത് പ്രിൻ കാണുന്നു. ഇത് കണ്ട് അവൻ സാഡും ആകുന്നുണ്ട്, ഹാപ്പി ആകുന്നുണ്ട്. ഇവിടെ ഷെൻ്റെ മദർ പ്രിൻ്റെ മദറിനെ കോൾ ചെയ്ത് പ്രിന്നെ കുറിച്ച് ചോദിക്കുന്നു. തന്നെ വിളിക്കുന്നത് ചെൻ്റെ മദറാണെന്ന് അറിയുമ്പോൾ അവർ പേടിച്ച് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ചെൻ്റെ മദറിന് കാര്യം മനസ്സിലാകുന്നില്ല. കാരണം ഇവർ പ്രിൻ്റെ മദറാണെന്നും തൻ്റെ ഹസ്ബൻഡ് കോളേജ് ഫ്രണ്ട് ആണെന്നും മാത്രമേ ചെൻ്റെ മദറിന് അറിയുള്ളൂ. തൻ്റെ ഹസ്ബൻഡ് മിസ്ട്രസ് ആണെന്ന് അവർക്കറിയില്ല. ഇവിടെ പാമിൻ്റെ ആ വീഡിയോ നോക്കി ഒരുപാട് സ്മൈൽ ചെയ്യുന്നു.
അതിനുശേഷം ആരെ കോൾ ചെയ്യുന്നുണ്ട്. അവൾ ആരെ കോൾ ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് സീനിൽ മനസ്സിലാകും. ഗൺ മിത്രയുടെ പേരൻസിൻ്റെ അടുത്ത് വന്ന് അവളെ ഡേറ്റ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. തങ്ങൾക്ക് കുറച്ച് ടൈം തരണമെന്ന് അവളുടെ പേരൻസ് പറയുന്നു. വെളിയിൽ വന്ന ശേഷം ഗൺ മിത്രയോട്, ഞാൻ എന്നും എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിന്റെ കൂടെ ഉണ്ടാകും. നീ എന്നും ഹാപ്പി ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യത്തിനും നിന്നെ ഫോഴ്സ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മിത്ര അവളുടെ കൈ മാറ്റിയ ശേഷം, ഇപ്പോൾ ഒരുപാട് ലേറ്റായി, നീ വീട്ടിലേക്ക് പോകാൻ പറയുന്നു. ഗൺ സ്മൈൽ ചെയ്ത് അവിടുന്ന് പോകുന്നുണ്ട്. മിത്രയുടെയും പാമ്പിൻ്റെയും നായുടെയും ആ ഫൈറ്റ് വീഡിയോ ആരോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വൈറലാകുന്നു. മിത്രയുടെ ഡാഡ് ക്യാബിനിലേക്ക് വന്ന് അവളോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ വീഡിയോ കാരണം തൻ്റെ കമ്പനിക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പേടിക്കുന്നുണ്ടായിരുന്നു. മിത്ര ഒരു വിധത്തിൽ ഓരോന്ന് പറഞ്ഞ് ഡാഡിനെ കൺവിൻസ് ചെയ്യുന്നു. ഇവരുടെ ഇടയ്ക്ക് സംസാരിക്കാൻ ടോഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും മിത്ര അവനെ തടയുന്നു. ഈ വീഡിയോയെക്കുറിച്ച് ചെൻ അറിയുമ്പോൾ പാമ്പിനെ കാണാനായി അവൻ ഓടി വരുന്നു. അവൻ്റെ മുന്നിൽ പാം ഒരുപാട് ഇന്നോസെൻ്റായി ആക്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾ ടൈം മുതലേ മിത്രയും നായും എന്നെ ഒരുപാട് ബുള്ളി ചെയ്യുമായിരുന്നു. എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായി. എനിക്കിതെല്ലാം സഹിക്കാൻ പറ്റുമെന്ന് അവൾ പറയുന്നു. നിനക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും ഇത് സഹിക്കില്ല. ഞാൻ ഇപ്പോൾ തന്നെ നായെടുത്ത് പോയി ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോകുകയാണെന്ന് അവൻ പറയുമ്പോൾ അവൾ അവനെ തടയുന്നു. ഈ പ്രശ്നം ഇനിയും വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ന്യൂസിൻ്റെ ഹെഡ്ലൈൻസിൽ വരാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഈ കാര്യം നീ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ബെറ്റർ. നീ എന്നെക്കുറിച്ച് എത്രമാത്രം കെയർ ചെയ്യുന്നു എനിക്ക് മനസ്സിലായി. എനിക്കത് മാത്രം മതിയെന്ന് അവൾ പറയുന്നു. പക്ഷേ നിന്നെ ഇങ്ങനെ ആരും വന്ന് ബുള്ളി ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എൻ്റെ ആരാണെന്ന് എല്ലാവരുടെ മുന്നിൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ മാരേജിനെ കുറിച്ച് ഞാൻ എൻ്റെ മദറിനോട് സംസാരിക്കാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് പാം ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവൾ ഇവളായിട്ട് സ്മൈൽ ചെയ്യുന്നു. ക്രിറ്റിനെ ടോഡ് ഒരുപാട് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ കോൾസ് ഒന്നും ക്രിറ്റ് ആൻസർ ചെയ്യുന്നില്ല. അതേസമയം ക്രിറ്റ് ആ കസിനോയിൽ വന്നിരിക്കുകയാണ്. ഗാംബ്ലിങ്ങിലുണ്ടായ കടങ്ങളെല്ലാം അവൻ വീട്ടുന്നു. ഞാൻ കൊടുത്ത 5 മില്യൻ്റെ ചെക്ക് അവൻ അവർക്ക് കൊടുക്കുന്നു. ഫൈനലി എല്ലാ കടങ്ങളിൽ നിന്നും അവൻ ഫ്രീ ആകുന്നുണ്ട്. ഇവിടെ കുറച്ച് ഗുണ്ടകൾ വന്ന് പാമിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവളെ കൊണ്ടുവന്ന് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഈ ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം പാമിൻ്റെ കൂടെ ആ ഹോട്ടലിൽ കണ്ട ആളുടെ വൈഫിൻ്റെ ഗുണ്ടകളാണ്. ഇവരുടെ പേരാണ് ഇങ്ക്. ഇങ്ക് പാമിനോട്, നിനക്ക് മറ്റുള്ളവരുടെ ഹസ്ബൻഡ്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണല്ലേ ചോദിക്കുന്നു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പാം പറയുന്നു. എൻ്റെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നീ ഇതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്ത് എന്നെ സ്റ്റുപ്പിഡ് ആക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ക്രിറ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോ പാമിനെ കാണിക്കുന്നു. പാം ആകട്ടെ ഈ വീഡിയോ കണ്ട് ഒരുപാട് ഷോക്കും. ഐ ആം റിയലി സോറി, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കാൻ അവൾ പറയുന്നുണ്ട്. 4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നിന്നോട് ക്ഷമിച്ചാണെന്ന് ഇങ്ക് പറയുന്നു. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ ഹസ്ബൻഡിനെയും പാമിനെയും ഇങ്ക് കോംപ്രമൈസിങ് പൊസിഷനിൽ കണ്ടായിരുന്നു. അന്ന് പാമിനെ അവൾ ഒരുപാട് അടിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ നിന്നോട് ക്ഷമിച്ചാണ്, പക്ഷെ എന്നിട്ടും നിനക്കൊരു മാറ്റവും ഇല്ല. മറ്റുള്ളവരുടെ മിസ്ട്രസ് ആകുന്നത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? ശരി, നിന്റെ സത്യം ഞാൻ ഈ ലോകത്തെ മുഴുവൻ അറിയിക്കും, അതും നിന്റെ കൈ കൊണ്ടെന്ന് പറഞ്ഞ് അവളുടെ കൈ കൊണ്ട് അവളെ ഫോഴ്സ് ചെയ്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യിക്കുന്നു. ഇവിടെ പ്രിൻ്റെ മദർ അവനെ മെയിൽ ചെയ്യുന്നു. നിന്നെ ഒരുപാട് കോൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. നീ ഓക്കെ അല്ലേ? നീ എവിടെയാണ്? നീ എന്നെ കോൾ ബാക്ക് ചെയ്യാൻ മദർ പറയുന്നുണ്ട്. പക്ഷേ പ്രിൻ മദറിനെ കോൾ ചെയ്യുന്നില്ല. കാരണം താൻ എവിടെയാണെന്ന് മദർ അറിയുകയാണെങ്കിൽ ഈ കാര്യം ഡാഡിനോട് പറയുമെന്നും ഡാഡ് തന്നെ അന്വേഷിക്കുകയാണെന്നും പ്രിൻ അറിയാമായിരുന്നു. പാമിൻ്റെ വീഡിയോ കാണുമ്പോൾ ചെൻ നാടിനടുത്ത് വന്ന് അവളോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. പാമിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? നീ എന്തിനാ പാമിനെ ഇത്രയും വെറുക്കുന്നത്? നീ ഇതുപോലൊരു പേഴ്സൺ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് അവൻ പറയുന്നു. ഇവർ രണ്ടുപേരും ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. നീ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും കെയറില്ല. ഇതൊന്നും ചെയ്ത് ഞാനല്ല. പക്ഷേ മിത്രയുടെ ലൈഫ് പാം നശിപ്പിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കില്ല. നീ എൻ്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ നിന്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് പോയി സത്യം എന്താണെന്ന് അറിയുന്നതാണ്. ഈ വീഡിയോയിലെ പിന്നിൽ സത്യം എന്താണെന്ന്. ചെൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. കാറിൽ വന്ന ശേഷം ആ വീഡിയോ വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. അവൻ ഒരുപാട് സാഡാകുന്നു. പാം, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? നീ എന്നെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് സാഡാകുന്നു. നെക്സ്റ്റ് ഡേ മിത്ര നാടെടുത്ത് വന്ന്
പാമിൻ്റെ ആ വീഡിയോ നീയാണ് അപ്ലോഡ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ക്രിട്ട വീഡിയോ കൊടുത്ത ശേഷം ഞാൻ കോൾ ചെയ്യുന്നത് ഇങ്കിനെയാണ്. എന്നിട്ട് അവളെ കാണാൻ വരുന്നു. ആ വീഡിയോ ഇങ്കിനെ കാണിക്കുന്നുണ്ട്. നിനക്ക് ഈ വീഡിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, കാരണം ഇത് നിന്റെ ഹസ്ബൻഡിനെ പേഴ്സണൽ മാറ്റർ ആണെന്ന് ഞാൻ പറയുന്നു. ഇവിടെ പാമാകട്ടെ നല്ല ദേഷ്യത്തിലായിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് കാരണം അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വർക്കെല്ലാം അവൾക്ക് കിട്ടാതെയായി. എല്ലാവരും അവളെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെൻ അവിടേക്ക് വരുന്നു. പാം വീണ്ടും അവൻ്റെ മുന്നിൽ ഇന്നോസെൻ്റായി ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെൻ ഇത്തവണ അവളുടെ ആക്ടിങ്ങിൽ വീഴുന്നില്ല. ഇത്രയും നാളും നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചു. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കില്ലായിരുന്നു. എനിക്ക് വിശ്വാസം നിന്നെയായിരുന്നു. പക്ഷേ എൻ്റെ വിശ്വാസം നീ ഇന്ന് നശിപ്പിച്ചു. നീ എന്നെ ചീറ്റ് ചെയ്തു. ആ വീഡിയോയിലുള്ളത് നീയാണെന്ന് എനിക്കറിയാം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അന്ന് രാത്രി പ്രിനും മിത്രയ്ക്കും ഇടയിൽ സംഭവിച്ചതിന് പിന്നിലും നീയാണെന്ന് എനിക്കറിയാമെന്ന് അവൻ പറയുന്നു. ലാസ്റ്റ് അവൾ എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ട്. ഇന്നു മുതൽ എനിക്ക് നിന്നെ അറിയില്ല. നമ്മുടെ മാരേജ് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് ചെൻ അവിടുന്ന് പോകുന്നു. അവൾ അവൻ്റെ കാലിൽ വീണ് സോറി പറയുന്നുണ്ടെങ്കിലും ചെൻ ഒന്നും കേൾക്കുന്നില്ല. പാമിൻ്റെ ഈ ന്യൂസ് പ്രിന്റ് കാണുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയാകുന്നു. ഇവിടെ മിത്രയുടെ ഡാഡ് ടോണിനോട് സംസാരിക്കുന്നു. നിന്നെ മാരി ചെയ്യാൻ ഞാൻ ഇനി ഒരിക്കലും മിത്രയെ ഫോഴ്സ് ചെയ്യില്ല. അവൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാനായിട്ട് ഒരു ഡിഫിക്കൽട്ടിയും പ്രഷറും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ ആരെയാണോ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ തീരുമാനം അവളുടെ ആയിരിക്കും. ഞാനായിട്ട് ഇതിൽ ഇടപെടില്ല എന്ന് ഡാഡ് പറയുന്നു. ഇതെല്ലാം കേട്ട് ടോഡിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഡാഡിൻ്റെ മുന്നിൽ സ്മൈൽ ചെയ്ത് എനിക്ക് താങ്കളുടെ ഫീലിങ്സ് മനസ്സിലാകുമെന്ന് പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഗണ്ണും മിത്രയും ഒരുപാട് നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്യുന്നു. ഇവിടെ പ്രിന്നാകട്ടെ ഒരു ബ്യൂട്ടിഫുൾ റിസോർട്ട് ഉണ്ടാക്കാൻ തിരക്കിലാണ്. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇവിടെ മിത്രയും ഗണ്ണും ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഫൈനലി ഗണ്ണ് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുമായിരുന്നു. പക്ഷേ ഫുഡ് കാണുമ്പോൾ മിത്രയ്ക്ക് എന്തോ വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. വാഷ്റൂമിൽ വന്ന് അവൾ ഒമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മിത്ര ഹോസ്പിറ്റലിൽ വരുന്നു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ. ഡോക്ടർ അവളെ ചെക്ക് ചെയ്ത ശേഷം കൺഗ്രാറ്റ്സ്, നിങ്ങൾ മദറാകാൻ പോകാണ്. ഇനി മുതൽ നീ കൂടുതൽ കെയർ ചെയ്യണം. നീയും ബേബിയും സേഫ് ആയിരിക്കണമെന്നും മറ്റുമെല്ലാം ഡോക്ടർ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് മിത്ര ഒരുപാട് ഷോക്കാകുന്നു. ഡോക്ടറിനെ കണ്ട് അവൾ വെളിയിലേക്ക് വരുമ്പോൾ പ്രിന്നും ആ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു പേഷ്യൻറ്റിനെ കൊണ്ട്. അവൾ വീഴാൻ തുടങ്ങുമ്പോൾ പ്രിൻ ഓടി വന്ന് അവളെ പിടിക്കുന്നു. അവൾ പെട്ടെന്ന് ആ ഡോക്ടർ തന്ന കാർഡ് മാറ്റുന്നുണ്ട് പ്രിൻ കാണാതിരിക്കാൻ വേണ്ടി. നീ ഇവിടെ എന്ത് ചെയ്യാണ്? നിനക്ക് എന്താ പറ്റിയെന്ന് അവൻ ചോദിക്കുന്നു. മിത്ര അവനെ തള്ളി മാറ്റി അവനെ ഇഗ്നോർ ചെയ്ത് അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ വീണ്ടും അവളെ തടയുന്നു. നിനക്ക് എന്താ സംഭവിച്ചെന്ന് നീ എന്താ എന്നോട് പറയാത്തത്? ഗൺ എവിടെ? അവൻ നിന്റെ കൂടെ വന്നില്ലേ? അവൻ നിന്നെ കെയർ ചെയ്യാറില്ലേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ ഒരു ലെറ്റർ എഴുതിയിട്ട് പോയി. നമുക്കിടയിൽ അന്ന് രാത്രിയിൽ ഒന്നും സംഭവിക്കാത്ത പോലെ നീ ആക്ട് ചെയ്തു. നീ ഒരു ചീത്ത മനുഷ്യനാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ബാഡ് പേഴ്സൺ ആണെന്ന് അവൾ പറയുന്നു. എനിക്കറിയാം നീ ഇപ്പോൾ എന്നോട് ഒരുപാട് ദേഷ്യത്തിലാണെന്ന്. പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ്. നീ എന്താ പറഞ്ഞത് എനിക്ക് വേണ്ടിയോ? നീ ഇങ്ങനെ എൻ്റെ ലൈഫിൽ വന്ന് എൻ്റെ ലൈഫ് നശിപ്പിക്കും. എന്നിട്ട് ഇതെല്ലാം നീ ചെയ്തത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണെന്ന് നീ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏതെങ്കിലും കൊച്ചു കുട്ടികളോട് പോയി പറയൂ. നീ ചെയ്തതെല്ലാം നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് അവൾ പറയുന്നു. പക്ഷെ അതെല്ലാം എനിക്ക് നിന്നുള്ള സ്നേഹമായിരുന്നു. ഞാൻ നിന്നെ സിൻസിയറായി സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു എന്ന് അവൻ വീണ്ടും മിത്രയോട് പറയുന്നു. ഇത് കേട്ട് അവൾ ദേഷ്യത്തിൽ അവനെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഈ 3 വേർഡ്സിന്റെ മീനിങ് നിനക്കറിയില്ലെങ്കിൽ നീ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. പ്രിന്നാകട്ടെ സാഡായി അവിടെ നിൽക്കുന്നുണ്ട്. മിത്ര വെളി വന്ന ശേഷം ഒരുപാട് കരയുന്നു. അവൾ ആൻ്റെ വേയെ കോൾ ചെയ്ത് ആൻഡ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. ഇത് കേട്ട് ആൻഡ് ഒരുപാട് ഷോക്കാകുന്നുണ്ട്.